ഹായ് ഗൈസ്, ഞാനേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ ചാലക്കുടി വരെ ഒന്ന് പോവാണ്. ചാലക്കുടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കയറി ബസ്സിലിന്ന് വർത്താൻ പറയാന്ന് വെച്ചതാ, ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇതായിരുന്നു ബസ്സിലെ അവസ്ഥ. ഇതാരെന്നെ നോക്കണേ? ഇതാരാ? ദൈവമേ, കുറെ പേരൊക്കെ അങ്ങനെ ഇങ്ങനൊക്കെ നോക്കണ്ടായിരുന്നു. എന്നെ വീടിയെടുത്താനാണോ എന്നെ മനസ്സിലായിട്ടാണോ പറഞ്ഞൂടാ. ഞങ്ങൾ വേഗം ഒരു തൊപ്പിയൊക്കെ മേടിച്ച് വെച്ചുട്ടാ ചാലക്കുടി ചെന്നപ്പോ തന്നെ. അമ്മയും ലച്ചൂസും വരവഴിക്ക് പോയി, ഞാനച്ഛനും വരവഴിക്ക് പോകണം ഗൈസ്. ചാലക്കുടി എന്നിപ്പോ നല്ല തണവും, അത് കാരണം ഒരു വെയില് മേടിച്ച് വെച്ചു. പക്ഷേ തൊപ്പി മേടിച്ച് വെച്ചു. ഞാനവരെ കണ്ടതൊന്നും സുരഭിത്തി കേട്ടോ. ഇത് പ്രൈവറ്റ് സ്റ്റാൻഡ്, അച്ഛൻ വായി നോക്കുന്ന സ്ഥലം. രണ്ടടേ അച്ഛൻ ജോലിച്ചതും ഇവിടെ തന്നെ. സൂര്യയുടെ തുമ്മിമാനെ നാളെ കൊച്ചറയുമ്പോ എനിക്ക് ഇവിടെ വന്നൊന്ന് വായി നോക്കാലോ. അതിനുവേണ്ടി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അച്ഛൻ്റെ പരിചയത്തിലുള്ള കൂട്ടുകാരനെ കടയ്ക്കുണ്ട് ബൈക്കിൽ. ഞാൻ ഇവിടുത്തെ ഒരു മൊബൈലിലെ കവർ മേടിക്കാൻ തിരിച്ച ഐഫോണിൻ്റെ. പക്ഷേ എനിക്ക് ഐഫോൺ ഇല്ലല്ലോ. അപ്പോൾ ഐഫോൺ മേടിച്ചിട്ട് കവർ മേടിക്കാം, അല്ലെങ്കിൽ വെറുതെ കവറിൽ തേപ്പില്ലേ. ഇത് അച്ഛൻ്റെ വഴികളൊക്കെ പറഞ്ഞു നടക്കുന്ന രണ്ട് ചേട്ടന്മാരാണ്. ഒന്ന് പങ്കജേട്ടൻ, ഒന്ന് സായിവ്. ഇപ്പം രണ്ടാളും അവിടെ നിന്നിട്ട് ആൾക്കാരെ വിളിച്ച് കയറ്റാനും ബസ്സിൽ ആൾക്കാരെ കയറ്റാനും വിളിച്ചൊക്കെ പറയാനുണ്ട്. കുറച്ചേരം അതൊക്കെ ഞാൻ നോക്കി നിന്നു. പിന്നെ എന്താ തിരക്ക് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൽ കുറെ തിരക്കനായിരുന്നു. പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കുറെ മിഠായികളും പാപ്പങ്ങളൊക്കെ പെട്ടത്. ദൈവമേ, ഇതെല്ലാം കൂടി തുമ്പി ഇവിടെ നിന്ന് അടിച്ച് പൊളിക്കാമെന്ന് എനിക്ക് അപ്പാണ് മനസ്സിലായത്. ഇടയ്ക്കിടയ്ക്ക് തുമ്പിയുടെ കൂടെ വന്നാലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് എനിക്ക് അപ്പാണ് മനസ്സിലായത്. എന്തോരം കടയടാ തുമ്പി, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്നൂടെ. ആയിരിക്കുന്ന ഫ്രൈഡ് റൈസ് അല്ലേ ഗൈസ്? ഇത് തണ്ണിമത്ത ജ്യൂസ് അല്ലേ ഗൈസ്? ഇതെനിക്കുള്ള അതെൻ്റെ കുപ്പി കണ്ടപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനും ചേച്ചി അമ്മയും കൂടി സ്ഥലത്ത് ഇരിക്കായിരുന്നു കേട്ടാ. അപ്പം എനിക്ക് അച്ഛൻ തണ്ണിമത്തൻ ജ്യൂസ് കൊണ്ട് എനിക്ക് വന്നു. എന്നിട്ട് മൂത്ത മോൾക്ക് വലിയൊരു ബിരിയാണി മേടിച്ചു കൊടുത്തു. എന്നാലും ആട്ടാ 2 വർഷം ഞാനും ഇറക്കി തിന്നായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു ഗൈസ്, സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ തണ്ണിമത്തൻ ജ്യൂസ് ഞാൻ കുടിച്ചു. അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം എനിക്കൊരു വലിയ തണ്ണിമത്തൻ മേടിക്കാൻ ആഗ്രഹം. ഇതൊന്ന് തട്ടി നോക്കിയാലോ? ടം കൊള്ളാം. അവിടെ ആരോ നോക്കണം തന്നെ. കുറച്ചങ്ങനെ നീങ്ങി നിൽക്കാം. കള്ളന്മാരാന്ന് വിചാരിച്ചിട്ടുണ്ടാവോ ഇനി? അതാരാ അതി കൂടെ പോയേ? നമ്മുടെ ബസ് വന്നതാണല്ലേ. എന്നാൽ നമുക്ക് ചേരാം. ഈ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നീ വഴി കൂടെ കൊണ്ടുനടക്കും. ടാറ്റാ. എല്ലാവർക്കും ഞാൻ ടാറ്റയ്ക്ക് കൊടുക്കും. ടാറ്റയും പ്ലെയിൻസും വലിയ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ടാറ്റയും പ്ലെയിൻസും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇനി കുറച്ചേരം ചേച്ചിയുടെ പണിയിലിരിക്കും. വെള്ളല്ലേ കാണുന്നത്? ഇതിൽ കയറി നിന്ന് കളിച്ചാലോ കുറച്ചേരം? വേണ്ട. ബസ്സുകാരെന്ത് വിചാരിക്കും? ഞാൻ കുറുമ്പനാന്ന് വിചാരിക്കില്ലേ? റിസ്ക് എടുക്കണ്ട. ചേച്ചിയുടെ മടിയിൽ കയറി ഇരിക്കാം. എന്നിട്ട് നേരെ വീട്ടിലെത്തിയിട്ട് ബാക്കി കുറുമ്പോൾ അവിടെ കാണിച്ചു തരാം. ഇങ്ങനെ ഇരുന്ന് കുലുങ്ങിക്കാതെ വീട്ടിൽ നിന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കേണ്ടി വരും തോന്നണേ.